നമസ്കാരം. ലോകമെങ്ങും അഹങ്കാരവും അധികാരക്ഷമതയും കാണിക്കുന്ന ധാരാളം രാഷ്ട്രീയ നേതാക്കളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. ഇക്കാര്യത്തിൽ ലവലേശം സംശയമില്ല. അമേരിക്കയുടെ പ്രസിഡന്റ് തന്റെ സ്വാർത്ഥ ആലോചനകൾക്ക് ലോകം മുഴുവൻ കെട്ടിപ്പിടിക്കുന്ന വ്യക്തിത്വം പുലർത്തുന്ന നേതാവാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ നീക്കങ്ങളിൽ ഒന്നാണ് ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള ശ്രമം. ഈ അത്യാഗ്രഹം ആഗോള രാഷ്ട്രീയ ചരിത്രത്തിൽ അപമാനകരവും അമിതവാദപരവുമായ സംഭവമായി മാറിക്കഴിഞ്ഞു. എന്നാൽ ട്രംപിന്റെ സ്വാർത്ഥതയും ശക്തി പ്രദർശനത്തിന്റെയും മുന്നിൽ ലോകം നോക്കിയിരിക്കില്ല. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ നോക്കുന്ന ട്രംപിന് മുട്ടൻ പണി കൊടുത്ത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ തന്നെ രംഗത്തെത്തി കഴിഞ്ഞു. വെറും വാക്കിൽ ഒതുങ്ങാതെ ഫ്രഞ്ച് സൈന്യത്തെ ഗ്രീൻലാൻഡിലേക്ക് അയച്ചാണ് മാക്രോൺ ട്രംപിനെ ഞെട്ടിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിലൂടെ അമേരിക്കയ്ക്ക് നൽകുന്നത്. ഫ്രഞ്ച് സൈനികരുടെ ആദ്യ സംഘം ഇതിനോടകം തന്നെ ഗ്രീൻലാൻഡിൽ എത്തിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കര, വ്യോമ, നാവിക സേനകളുടെ വൻ സന്നാഹം തന്നെ അവിടെ എത്തും. മാക്രോൺ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വെറുമൊരു സൈനിക അഭ്യാസമല്ല ഇത്, മറിച്ച് അമേരിക്കയുടെ അനാവശ്യമായ കടന്നുകയറ്റ ശ്രമങ്ങൾക്കെതിരെ ലോക രാജ്യങ്ങൾ ഒന്നിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സിഗ്നൽ കൂടിയാണിതെന്ന് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി ആലിസ് റുഫോയും വ്യക്തമാക്കി. ട്രംപിന്റെ അധികാര മോഹങ്ങൾക്കെതിരെ ശനിയാഴ്ച ഡെൻമാർക്കിലും ഗ്രീൻലാൻഡിലും വൻ പ്രതിഷേധങ്ങൾ നടന്നു. വെറും പ്രതിഷേധങ്ങളല്ല, ആയിരക്കണക്കിന് ആളുകളാണ് ഇതിനോടകം സോഷ്യൽ മീഡിയ വഴി തങ്ങൾ തെരുവിൽ ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നുക്തിലും കോപ്പൻഹേഗനിലും മാത്രമല്ല, ആർഹസ്, ആൽബോർഗ് തുടങ്ങിയ പ്രമുഖ നഗരങ്ങളെല്ലാം പ്രതിഷേധ കടലാകും. ഗ്രീൻലാൻഡിലെ അപൂർവ ശേഖരത്തിലാണ് ട്രംപിന്റെ കണ്ണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഗ്രീൻലാൻഡിന് മതിയായ സുരക്ഷയൊരുക്കാൻ ഡെൻമാർക്കിന് കഴിയുന്നില്ല എന്നും അതുകൊണ്ട് അമേരിക്ക അത് ഏറ്റെടുക്കുമെന്നാണ് ട്രംപിന്റെ വിചിത്രമായ വാദം. എന്നാൽ നാറ്റോ സഖ്യത്തിന്റെ ഭാഗമായ ഗ്രീൻലാൻഡിന് എന്ത് സുരക്ഷാ പ്രശ്നമാണ് ഉള്ളതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അതേസമയം അമേരിക്കൻ പ്രസിഡന്റിന്റെ മോഹങ്ങൾ തള്ളി ഡെൻമാർക്ക് വിദേശകാര്യ മന്ത്രി ലാസ് ലോക്കെ റാസ്മുസൻ രംഗത്ത് വന്നു. ഗ്രീൻലാൻഡിനെ അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. ഇതോടെ ട്രംപിന്റെ നീക്കങ്ങൾ പാളുമെന്ന് ഉറപ്പായി. ഡെൻമാർക്ക് തങ്ങളുടെ പ്രതിരോധം ശക്തമാക്കിയതോടെ ഗ്രീൻലാൻഡിന്റെ തലസ്ഥാനമായ നുക്കിൽ സൈനികരുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ട്രംപിന്റെ പ്രസ്താവനകൾ അമേരിക്കയിൽ തന്നെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. ഗ്രീൻലാൻഡിന് വേണ്ടി ട്രംപ് ഇത്രത്തോളം വാശി പിടിക്കുന്നത് എന്തിനാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് സ്വന്തമാക്കി ചരിത്രത്തിൽ ഇടം പിടിക്കാനാണോ ട്രംപിന്റെ ശ്രമം? അതോ ഇതിന് പിന്നിൽ മറ്റു വൻകിട പ്രതിരോധ താല്പര്യങ്ങളുണ്ടോ? ഡെൻമാർക്കും അമേരിക്കയും തമ്മിലുള്ള ഈ പോര് എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ട്രംപിന്റെ നീക്കങ്ങൾ ലോക സമാധാനത്തിനും ആഗോള സാമ്പത്തിക ബന്ധങ്ങൾക്കും ഗൗരവമായ ഭീഷണിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ലോകരാഷ്ട്രങ്ങൾ ഏകീകൃതമായി നിലപാടെടുക്കുമ്പോൾ ഒരാൾ മാത്രമാണ് ഈ നീക്കത്തിലൂടെ സ്വാർത്ഥമായ ആലോചനകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ട്രംപ് മൂലം ലോകം ഒരു സാമ്പത്തിക സൈനിക സംഘർഷത്തിന്റെ വക്കിൽ എത്തിപ്പെടുമെന്ന ഭയമാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ മാക്രോണിനെ പോലുള്ള ശക്തിയും ധൈര്യവുമുള്ള നേതാക്കൾ അവന്റെ ഭീഷണികളെ നേരിട്ടും ശക്തവുമായി മറുപടി നൽകുന്നു എന്നത് തെളിവാവുകയാണ്. ആഗോള ലോകത്ത് ശക്തിയും നീതിയും വിലപ്പെട്ടതാണ്. അതിനെ ഭ്രാന്തമായ സ്വാർത്ഥതയുടെ മുന്നിൽ നിഷേധിക്കേണ്ടത് അനിവാര്യമാണ്. ട്രംപ് വച്ചിട്ടുള്ള ഭീഷണികൾക്കും അമിത ആഗ്രഹങ്ങൾക്കും പരിമിതിയില്ല. എന്നാൽ ആ പരിധി മറികടക്കാൻ മറ്റൊരു ശക്തി അത് ആവശ്യമാണ്. അത് മാക്രോൺ തന്നെയാണെന്ന് തെളിയിച്ചു. ലോകം മുന്നേറുന്നതിന് ശക്തിയും ധൈര്യവുമുള്ള നേതാക്കളും ആവശ്യമുണ്ട്. ട്രംപിന്റെ സ്വാർത്ഥതയും അധികാര ലോഭവും ലോക സമാധാനത്തിനും രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും വലിയ ഭീഷണിയാണ്. എന്നാൽ മാക്രോണിനെ പോലുള്ള നേതാക്കളുടെ നീതിപൂർവ്വ പ്രതികരണങ്ങൾ ലോകത്തിന് പ്രതിരോധ ശേഷി നൽകും. ട്രംപിന്റെ അഹങ്കാരം സത്യവും നീതിയും ശക്തിയും മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ പരാജയപ്പെടാൻ നിർബന്ധിതമാകും. ഗ്രീൻലാൻഡ് സംഭവത്തിൽ കാണിച്ചതുപോലെ സ്വാർത്ഥതയെ പരാജയപ്പെടുത്തി നീതിയും ശക്തിയും ഉറപ്പാക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ന് വളരെ അനിവാര്യമാണ്.